ഹായ്, വെൽക്കം ബാക്ക് ടു മൈ സെഷൻ. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞ കുട്ടികൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് ഏവിയേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം, എയർ കാർഗോ, ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് അന്വേഷിക്കുമ്പോൾ അവർ അറിയാൻ ആഗ്രഹിക്കുന്ന കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് ഈ ഒരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയി ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു കോഴ്സൊക്കെ അന്വേഷിക്കുന്ന കുട്ടികൾ ആദ്യമായിട്ട് അവരെ മനസ്സിൽ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മേഖല. ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഈ മേഖല എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ യാത്രകളുമായി ബന്ധപ്പെട്ട് വരുന്നൊരു മേഖലയാണ് ഈ ഒരു ഏവിയേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം, കാർഗോ, ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെയാണ് ട്രാവൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോകുന്ന ആ ഒരു സ്ഥലത്തെ നമ്മൾ ബിസിനസ് ചെയ്യുക, അതേപോലെ കൊമേഴ്ഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ടൂറിസം എന്ന് പറയും. അപ്പോൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് വേർഡുകളാണ് ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കോഴ്സൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അടുത്തായിട്ട് അവരുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണ് ഈ ഒരു കോഴ്സ് പഠിച്ചാൽ എന്തൊക്കെ ജോലി സാധ്യതകളാണ് അവർക്ക് ലഭിക്കുക. അപ്പോൾ നമുക്ക് ഈ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഈ ഒരു ഏവിയേഷൻ ആൻഡ് ടൂറിസം, ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിൽ യാത്രകൾക്കുള്ള പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരും വർഷങ്ങളിലും ഇതിനുള്ള സാധ്യത കൂടുകയല്ലാതെ ഒരിക്കലും കുറയുകയില്ല. ഇപ്പോൾ കഴിഞ്ഞൊരു 20 വർഷം മുന്നുണ്ടായിരുന്ന ഒരു ഡിമാൻഡല്ല ഇപ്പോൾ ആളുകൾക്ക് യാത്രയോടുള്ളത്. അത്രയും വലിയ രീതിയിലാണ് ഈ ഒരു മേഖല വളർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലോകത്തിലും ഇന്ത്യയിലും നോക്കുകയാണെങ്കിൽ അനുദിനം ഓരോ ദിവസം കൂടുന്തോറും എയർപോർട്ടുകളൊക്കെ വളരെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ തന്നെ ഈ ഒരു മേഖലയുടെ സാധ്യത നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വളരെ വിശ്വസിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു മേഖലയാണ് കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അടുത്തായിട്ട് അവരുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണ് ഈ ഒരു കോഴ്സ് പഠിച്ചാൽ എന്തൊക്കെ ജോലികളിലാണ് അവർക്ക് പ്രവേശിക്കാൻ പറ്റുക, അതേപോലെ ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ അവർ ഏത് കോഴ്സ് പഠിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ യാത്രകളുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേ കമ്പനികളും ഇൻഡസ്ട്രികളും ഉണ്ട്. അതായത് യാത്രകളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കമ്പനികളും ഇൻഡസ്ട്രികളും വരുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്, കോഴ്സുകൾ വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള പ്രൊഫഷണൽ സപ്പോർട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പോകുന്നൊരു സ്ഥലമാണ് ട്രാവൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രാവൽ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ട്രാവൽസ് എന്ന് പറയുന്നത്. അനവധി ജോബ് പ്രൊഫൈൽസുകൾ അവർ വരുന്നുണ്ട്. ഇപ്പോൾ ട്രാവൽ കോർഡിനേറ്റർ, അതേപോലെ ട്രാവൽ മാനേജർ, അതേപോലെ അക്കൗണ്ടൻറ്റ്, റിസപ്ഷനിസ്റ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, ഇങ്ങനെയുള്ള അനവധി പോസ്റ്റുകൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് അവിടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടുതലുണ്ടായിരിക്കും. ഇനി നമ്മളൊരു ടൂറാണ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ടൂർ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽ സപ്പോർട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പോകുന്നൊരു സ്ഥാപനമാണ് ടൂർ കമ്പനികൾ എന്ന് പറയുന്നത്. അപ്പോൾ ടൂർ തുടങ്ങുന്നത് മുതൽ നമ്മൾ തിരിച്ചു വരുന്നതിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ടൂർ കമ്പനികൾ ചെയ്തു തരും. നിരവധി ജോബ് പ്രൊഫൈൽസ് അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ടൂർ കോർഡിനേറ്റർ, അതേപോലെ ടൂർ മാനേജർ, അതേപോലെ ഐറ്റിനറി പ്ലാനർ, ട്രാൻസ്പോർട്ടേഷൻ മാനേജർ, അങ്ങനെ അനവധി പോസ്റ്റുകൾ ടൂർ കമ്പനികൾ വരുന്നുണ്ട്. ഇനി ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്ത മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത്. ഇപ്പോൾ ഒന്നുകിൽ നമുക്ക് എയർപോർട്ട് വഴി പോവാം, അല്ലെങ്കിൽ നമുക്ക് ബസ് വഴി പോവാം, അല്ലെങ്കിൽ നമുക്ക് ട്രെയിൻ വഴി പോവാം, അല്ലെങ്കിൽ നമുക്ക് സീ വഴി, കപ്പൽ വഴി നമുക്ക് പോവാം. അപ്പോൾ ഈ 4 മേഖലകളും ട്രാവൽ ആൻഡ് ടൂറിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനികളും ഇൻഡസ്ട്രികളുമാണ്. അപ്പോൾ ഇതിൽ അനവധി ജോബ് സാധ്യതകൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിനും ക്യാബിൻ ക്രൂ ആയിട്ടാണ് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിൽ അവർക്ക് കസ്റ്റമർ സർവീസ്, സെക്യൂരിറ്റി, അതേപോലെ റാമ്പ് എന്നീ ഡിവിഷനുകൾ വ്യത്യസ്ത ജോബ് പ്രൊഫൈലിൽ അവർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അടുത്ത് ചെയ്യുന്നുണ്ട് എയർപോർട്ടിലെ ജോലി സാധ്യതകളെ കുറിച്ചിട്ട്. ഇനി നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽസ്, റിസോർട്ട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ ഇതും ട്രാവൽ ആൻഡ് ടൂറിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനികളാണ്. അപ്പോൾ ഇതിലും അനവധി ജോബ് ഓപ്പർച്യൂണിറ്റികൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു ടൂറോ അല്ലെങ്കിൽ ട്രാവലോ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ യാത്ര ചെയ്യുന്നതിന് ആവശ്യമുണ്ടായിരിക്കും. ഓരോ സ്ഥലങ്ങൾ പോകാൻ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ യാത്ര ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന കമ്പനികളാണ് കാർ റെൻ്റൽ കമ്പനികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ കമ്പനി മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ചെന്നതിന് ശേഷം എത്ര ദിവസം വേണമെങ്കിൽ നമുക്ക് ഹയർ ചെയ്തുകൊണ്ട് ഈ കാറുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അനവധി കമ്പനികൾ ഈ ഒരു കാർ റെൻ്റൽ കമ്പനികളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലും അനവധി ജോബ് ഓപ്പർച്യൂണിറ്റികൾ വരുന്നുണ്ട്. ഇനി മ്യൂസിയം, അതേപോലെ
ഈ പറയുന്ന പാർക്കുകൾ, ഇതൊക്കെ ട്രാവൽ ആൻഡ് ടൂറിസം സപ്പോർട്ട് ചെയ്യുന്ന കമ്പനികളാണ്. അപ്പോൾ ഇതിലും അനവധി ജോബ് സാധ്യതകൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു ട്രാവൽ ആൻഡ് ടൂറിസം അല്ലെങ്കിൽ ഏവിയേഷൻ, കാർഗോ, ലോജിസ്റ്റിക്സും സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിലെ കോഴ്സുകൾ വരുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കോഴ്സുകൾ എന്ന് പറയുന്നത് ട്രാവൽ റിലേറ്റ് ചെയ്ത കോഴ്സുകൾ വരുന്നുണ്ട്, ടൂറിസം റിലേറ്റ് ചെയ്ത കോഴ്സുകൾ വരുന്നുണ്ട്, പിന്നെ കാർഗോ റിലേറ്റ് ചെയ്ത കോഴ്സുകൾ വരുന്നുണ്ട്, ലോജിസ്റ്റിക്സ് റിലേറ്റ് ചെയ്ത കോഴ്സുകൾ വരുന്നുണ്ട്, കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ വരുന്നുണ്ട്, എയർപോർട്ടുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ വരുന്നുണ്ട്, എയർലൈൻസുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ വരുന്നുണ്ട്. അങ്ങനെ അനവധി മേഖലകളായിട്ട് കോഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിക്കും നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമുക്കിതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സ് തിരഞ്ഞെടുത്തുകൊണ്ട് മികച്ചൊരു കരിയർ നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് അടുത്തായിട്ട് അവരുടെ മൈൻഡിലേക്ക് വരുന്നൊരു ചോദ്യമാണ്, ഈ ഒരു കോഴ്സ് എവിടെ പഠിക്കണം? കാരണം നമ്മൾ ചൂസ് ചെയ്യുന്ന അക്കാഡമിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു ട്രാക്ക് റെക്കോർഡിലൊരു അക്കാഡമിയിൽ പഠിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഇപ്പോൾ കൂണ് പോലെയാണ് നമ്മുടെ നാട്ടിലെ ഏവിയേഷൻ സ്ഥാപനങ്ങൾ പൊങ്ങി വരുന്നത്. അപ്പോൾ നമ്മൾ ക്വാളിറ്റി ഓഫ് ട്രെയിനിങ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ എത്രത്തോളം ക്വാളിറ്റി ഓഫ് ട്രെയിനിങ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടായിരിക്കണം നമ്മൾ അക്കാഡമി ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് സർട്ടിഫിക്കേഷൻ ആണ്. കുട്ടികളുടെ മൈൻഡിലേക്ക് വരുന്ന ചോദ്യമാണ് ഏത് സർട്ടിഫിക്കേഷൻ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ സർട്ടിഫിക്കേഷൻ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ട്രാവൽ ആൻഡ് ടൂറിസം, കാർഗോ, ലോജിസ്റ്റിക്സ് അതേപോലെ എന്നീ മേഖലകളെ ലീഡ് ചെയ്യുന്നൊരു ഓർഗനൈസേഷനാണ് അയാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ എയർലൈൻസിനെ നിയന്ത്രിക്കുന്ന ഓർഗനൈസേഷനാണ് അയാറ്റ എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. അപ്പോൾ ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ആണ്. മോൺട്രിയൽ, കാനഡയിൽ നിന്നാണ് ഈ സർട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുന്നത്. ലോകത്തിൽ അയാറ്റയ്ക്ക് എല്ലാ സ്ഥലങ്ങളും ഓതറൈസ്ഡ് ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ജോലിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനാണ്. അതേപോലെ തന്നെ ഇതിന്റെ കോസ്റ്റ് കമ്പാരാറ്റീവ്ലി കൂടുതലാണ്. മറ്റുള്ള സർട്ടിഫിക്കേഷനൊക്കെ വെച്ച് പോകുമ്പോൾ അയാറ്റന്റെ കോഴ്സ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് 1 lakh മുതലൊക്കെയാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുക. അതായത് ഡിപ്ലോമ പ്രോഗ്രാം. ഇനി അയാറ്റ തന്നെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം വരുന്നുണ്ട്, അത് ഫീസ് കുറവായിരിക്കും. ഡിപ്ലോമ പ്രോഗ്രാം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഏതൊരു അക്കാഡമി ആണെങ്കിലും കോഴ്സ് ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറൗണ്ട് ഒരു 1 lakh മുതലായിരിക്കും. അതൊരു പല അക്കാഡമിയും പല രീതിയിലാണ് ഈ കോഴ്സുകൾ കൊടുക്കുന്നത്. ചിലവർ കുറേ പാക്കേജുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 2 lakh 230 വരെയൊക്കെ ചില അക്കാഡമി മേടിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 1 lakh മുതലൊക്കെ അക്കാഡമികളിൽ ഈ ഒരു അയാറ്റ കോഴ്സിന് വേണ്ടിയിട്ട് ഫീസ് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, അയാറ്റ ട്രാവൽ ആൻഡ് ടൂറിസം വരുന്നുണ്ട്, അയാറ്റ കാർഗോ വരുന്നുണ്ട്, അയാറ്റ എയർപോർട്ട് ഓപ്പറേഷൻ വരുന്നുണ്ട്, അയാറ്റ പാസഞ്ചർ സർവീസ് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ എന്തൊക്കെ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം? കാരണം ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ, നമുക്ക് നാട്ടിൽ നോക്കുകയാണെങ്കിൽ പല കുട്ടികളും ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് വെറുതെ നടക്കുന്നുണ്ട് ജോലി കിട്ടാതെ. കാരണം നമ്മൾ ഏത് കോഴ്സ് പഠിക്കുകയാണെങ്കിലും അതിനാവശ്യമായിട്ടുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ജോലിയിലേക്ക് എത്താൻ കഴിയുള്ളൂ. കാരണം ട്രാവൽ ആൻഡ് ടൂറിസം അല്ലെങ്കിൽ ഏവിയേഷൻ, കാർഗോ, ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ഇന്റർപേഴ്സണൽ സ്കിൽ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആളുകളുമായി ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ട സ്കില്ലാണ് ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയുന്നത്. അത് നിർബന്ധമാണ്. ഇതിൽ സബ്ജക്റ്റിന് പുറമെ നിങ്ങളുടെ സർട്ടിഫിക്കേഷന് പുറമെ നിങ്ങൾ ഇന്റർപേഴ്സണൽ സ്കില്ല് നിർബന്ധമായിട്ടും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടത്. ലാംഗ്വേജ് പ്രൊഫഷ്യൻസി, അതേപോലെ കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി, ടിക്കറ്റിംഗ് സോഫ്റ്റ്വെയർ പ്രാക്ടിക്കൽ ട്രെയിനിങ്സ്, മോക്ക് ഇന്റർവ്യൂസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. കാരണം നമുക്ക് ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയിട്ട് നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള സ്കില്ല് ഇല്ലെങ്കിൽ ആ കോഴ്സ് വേസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അക്കാഡമി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അത്രയും ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എന്ത് അക്കാഡമി ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിലവിൽ ഒരു 15 വർഷത്തോളമായിട്ട് ഈ അയാറ്റ ട്രെയിനിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നൊരു ട്രെയിനറാണ് ഞാൻ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണെങ്കിൽ പല കുട്ടികൾക്കും ജോലി കിട്ടാത്തത് ഇവരെ ആ ഒരു ഇന്റർപേഴ്സണൽ സ്കിൽ ഇല്ലാത്തതുകൊണ്ടാണ്, സോഫ്റ്റ് സ്കിൽ ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം അവർക്ക് സർട്ടിഫിക്കേഷൻ അവരുടെ കയ്യിലുണ്ടാവും, പക്ഷേ സോഫ്റ്റ് സ്കിൽ അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് പല കുട്ടികൾക്കും ജോലി കിട്ടാത്തത്. ജോലി സാധ്യത ഇല്ലാത്തതുകൊണ്ടല്ല, അപ്പോൾ ഒരു ജോലിക്ക് വേണ്ട ആ ഒരു കഴിവ് ആ കുട്ടിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ജോലിയിൽ എത്താൻ കഴിയാത്തത്. ഇനി വേറൊരു കാര്യം കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഫേക്ക് പ്രോമിസ് പല അക്കാഡമിയും കൊടുക്കുന്നുണ്ട്. കാരണം 100% ജോബ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അതിലൊന്നും പോയി വിടാതിരിക്കുക. കാരണം ഒരു അക്കാഡമിക്കും 100% പ്ലേസ്മെന്റ് തരാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന അക്ബർ അക്കാഡമിയിലാണ്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ട്രാവൽ ഏജൻസി, ടൂർ കമ്പനി, കാർഗോ കമ്പനി, ഹോട്ടൽസുകൾ, റിസോർട്ടുകൾ, ഹോസ്പിറ്റൽ, ഇതൊക്കെ അവർക്ക് വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മളുടെ മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ളത് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇപ്പോൾ നമ്മളിവിടെ നിന്ന് പഠിക്കുന്ന ഒരു കുട്ടിനെ നമ്മളൊരു മാനേജർ, നമ്മളൊരു ഉദാഹരണം പറയുന്നത് ട്രാവൽസിൽ ഒരു മാനേജർ ഇന്റർവ്യൂവിന് അയക്കുന്ന സമയത്ത് നമ്മൾ റെഫർ ചെയ്ത് ഒരിക്കലും ആ കുട്ടീനെ ആ ഒരു കമ്പനി അല്ലെങ്കിൽ നമ്മളുടെ അക്ബർ ട്രാവൽസിലെ മാനേജർ എടുക്കണം എന്നില്ല. കാരണം ആ കുട്ടിക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ അവർ എടുക്കുള്ളൂ. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് പ്രൊഫഷണൽ ട്രെയിനിങ് ആണ്. ആ കുട്ടിക്ക്
ഈ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോഴത്തേനും സർട്ടിഫിക്കേഷന് പുറമെ ലാംഗ്വേജ് ട്രെയിനിങ്ങും അതേപോലെ നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഇന്റർവ്യൂ സ്കില്ലൊക്കെ കൊടുത്താൽ മാത്രമേ കുട്ടീനെ നമുക്ക് ജോലിയിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് നിങ്ങൾ പിന്നെ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ വീഴാതിരിക്കുക. കാരണം എനിക്ക് ഓർമ്മ വരുന്ന ഒരു സിനിമയിലെ ഒരു രംഗമാണ്. കാരണം ഏതാ സിനിമ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതിൽ സലീം കുമാർ എന്ത് ചെയ്യാണ്, ഓടുകയാണ്. അപ്പോൾ സലീം കുമാറിന്റെ മുന്നിൽ കുറേ ആളുകൾ ഓടുന്നുണ്ട്. അപ്പോൾ സലീം കുമാറിനോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഓടുന്നത്? അപ്പോൾ സലീം കുമാർ പറയും, ഞാൻ അവന്മാരെ പറ്റിച്ചു, എൻ്റെ ഫ്രണ്ടിൽ ഓടുന്ന ആൾക്കാരോട് ഞാൻ വെറുതെ എന്ത് പറഞ്ഞു, അവിടെ ബിരിയാണി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവർ ഓടുകയാണ്. അപ്പോൾ സലീം കുമാറിനോട് അവർ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഓടുന്നത് ചോദിക്കും. അപ്പോൾ ഇനി ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിൽ വെച്ചിട്ടാണ് ഞാൻ ഓടുന്നത് പറയും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. കാരണം ഈ ഒരു കോഴ്സ് പിന്നെ ഒരിക്കലും ജോലി ലഭിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം, എല്ലാ കുട്ടികൾക്കും അറിയാം. കാരണം ഇന്നത്തെ ഒരു ഓൺലൈൻ കാലഘട്ടത്തിൽ ഒരിക്കലും നമുക്ക് 100% ജോബ് കിട്ടൂല എന്ന് കുട്ടികൾക്കും പേരൻസിനും അറിയാം. എന്നിരുന്നാൽ പോലും ഈ പറയുന്ന എന്താ പറയുക ചതിക്കുഴികളിൽ കുട്ടികൾ വീഴുകയാണ്. ഇനി എങ്ങനെയെങ്കിലും കിട്ടിയാലോ വെച്ചിട്ടാണ് ഈ കുട്ടികൾ ഓടിപ്പോകുന്നത്, ഈ ഇങ്ങനെയുള്ള അക്കാഡമികളിൽ പോയി ജോലി ചെയ്യുന്നത്, കോഴ്സ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ എയർപോർട്ടിലൊക്കെ ആകുമ്പോൾ റീറ്റെയിൽ ഷോപ്പുകളിലൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടും. അതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. പല അക്കാഡമികളും ഇങ്ങനെയുള്ള റീറ്റെയിൽ ഷോപ്പുകളൊക്കെയാണ് കുട്ടികളെ പിന്നെ ജോലിക്ക് കയറ്റുന്നത്. അപ്പോൾ റീറ്റെയിൽ ഷോപ്പിലൊന്നും കയറാൻ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. അതേപോലെ തന്നെ ഇപ്പോൾ എയർലൈൻസ് തന്നെ സ്ട്രിക്റ്റ് റൂൾ ഇറക്കിയിട്ടുണ്ട്. കാരണം ഒരു കാരണവശാലും കുട്ടികളുടെ അടുത്ത് പൈസ മേടിച്ചിട്ട് കുട്ടികൾ എന്ത് ചെയ്യരുത്, ജോലിക്ക് കയറ്റരുതെന്നുണ്ട്. ഓരോ എയർലൈൻസിന് HR മാനേജറോട് എയർലൈൻസ് എന്ത് ചെയ്യുന്നത്, സ്ട്രിക്റ്റ് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് നിങ്ങൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഏത് പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യുകയാണ്, ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് വരെ അത് ഇറക്കിയിട്ടുണ്ട്. കാരണം മാർക്കറ്റിങ്ങിലൂടെ ആഡിലൂടെ ഫേക്ക് പ്രോമിസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അക്കാഡമിക്കെതിരെ വൻ ഫൈനാണ് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് വരെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും വീഴാതിരിക്കുക. അപ്പോൾ നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കുട്ടികൾ കൂടുതലും അന്വേഷിക്കുന്നത്. ഒന്ന്, ഈ മേഖല എന്താണെന്ന് അവർ അന്വേഷിക്കും. പിന്നെ ഈ ജോലി സാധ്യതകൾ എന്താണെന്ന് അന്വേഷിക്കും. പിന്നെ ഇതിൽ വരുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് അവർ നോക്കും. അതേപോലെ തന്നെ ഈ കോഴ്സുകൾ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സ് ഏതാണെന്ന് അവർ അന്വേഷിക്കും. അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ്റെ കാര്യം കുട്ടികൾ നോക്കാറുണ്ട്. പിന്നെ നോക്കുന്നൊരു കാര്യമാണ് ക്വാളിറ്റി ഓഫ് ട്രെയിനിങ്, നമ്മൾ ഏത് അക്കാഡമിയിൽ പഠിക്കണം എന്നുള്ളതും അവർ നോക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പിന്നെ എൻക്വയറി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കോഴ്സിനെ പറ്റി അന്വേഷിക്കുമ്പോൾ, ഏവിയേഷൻ അക്കാഡമിയിൽ കോഴ്സിനെ പറ്റി അന്വേഷിക്കുമ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു കോഴ്സ് അന്വേഷിക്കുന്ന കുട്ടികൾക്ക് വളരെ ഉപയോഗപ്രദം ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.